ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തർപ്രദേശിൽ 15,700 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഓൺലൈനിലാകുന്ന K-സ്മാർട്ട് പദ്ധതിക്ക് പുതുവർഷത്തിൽ സംസ്ഥാനത്ത് തുടക്കം. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് 100 കോടി രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി KN ബാലഗോപാൽ. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ ജില്ലാ പര്യടനം തുടരുന്നു. ISLൽ ഇന്ന് ഒഡീഷ ജംഷഡ്പൂരിനെയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഗോവയെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തർപ്രദേശിലെ അയോധ്യ സന്ദർശിക്കും. പുതുതായി നിർമ്മിച്ച അയോധ്യ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. അയോധ്യാധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്ത നവീകരിച്ച അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. കൂടാതെ അമൃത് ഭാരത് ട്രെയിനുകളുടെയും വന്ദേ ഭാരത് ട്രെയിനുകളുടെയും ഫ്ളാഗ് ഓഫും ശ്രീ മോദി നിർവഹിക്കും. നിരവധി റെയിൽവേ പദ്ധതികളും അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും. സംസ്ഥാനത്ത് 15,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും ശ്രീ നരേന്ദ്രമോദി തുടക്കം കുറിക്കും. ചീഫ് സെക്രട്ടറിമാരുടെ ത്രിദിന ദേശീയ സമ്മേളനം ഇന്ന് സമാപിക്കും. ബുധനാഴ്ച ന്യൂഡൽഹിയിൽ ആരംഭിച്ച സമ്മേളനത്തിൽ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ചിരുന്നു. ഈസ് ഓഫ് ലിവിംഗ് എന്ന പ്രമേയത്തിലൂന്നിയുള്ള ഇന്നത്തെ സമ്മേളനത്തിനും പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഭരണ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് 3 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന മന്ത്രിസഭയിലെ പുതിയ അംഗങ്ങളായി KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് വൈകുന്നേരം 4-ന് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സത്യപ്രതിജ്ഞയ്ക്കായി ഇന്നലെ രാത്രിയോടെയാണ് ഗവർണർ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയത്. സത്യപ്രതിജ്ഞയായി രാജ്ഭവനിൽ 1000 പേർക്കിരിക്കാവുന്ന വേദിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പാസ് മൂലമാണ് രാജ്ഭവനിൽ പ്രവേശനം ക്രമീകരിച്ചിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാകുന്ന K-സ്മാർട്ട് പദ്ധതിക്ക് പുതുവർഷത്തിൽ സംസ്ഥാനം തുടക്കമിടുന്നു. പദ്ധതി പ്രാബല്യത്തിലാകുന്നതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സേവനങ്ങൾ ഓഫീസുകളിൽ പോകാതെ തന്നെ പൊതുജനങ്ങൾക്ക് സ്മാർട്ട് ഫോണിൽ ലഭ്യമാകും. വിശദാംശങ്ങളിലേക്ക്. K-സ്മാർട്ട് പദ്ധതിക്ക് ജനുവരി 1-നാണ് തുടക്കമാകുക. മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമാണ് ആദ്യഘട്ടത്തിൽ K-സ്മാർട്ട് വിന്യസിക്കുന്നത്. ഏപ്രിൽ 1-ന് ഗ്രാമപഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കും. സേവനങ്ങൾ കാലതാമസമില്ലാതെ സമയബന്ധിതമായി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ആപ്ലിക്കേഷനിലൂടെ സേവനങ്ങൾക്കായുള്ള അപേക്ഷകളും പരാതികളും ഓൺലൈനായി സമർപ്പിക്കാനും അവയുടെ സ്റ്റാറ്റസ് ഓൺലൈനായി തന്നെ അറിയുവാനും സാധിക്കും. ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ, വ്യാപാരങ്ങൾക്കും വ്യവസായങ്ങൾക്കുമുള്ള ലൈസൻസുകൾ, വസ്തുനികുതി, ബിൽഡിംഗ് പെർമിഷൻ മൊഡ്യൂൾ, പൊതുജന പരിഹാരം തുടങ്ങി 8 സേവനങ്ങളായിരിക്കും ആദ്യഘട്ടത്തിൽ K-സ്മാർട്ടിലൂടെ ലഭ്യമാവുക. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പ്രവാസികൾക്ക് നേരിട്ടെത്താതെ തന്നെ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ ലഭ്യമാകും. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷനാണ് K-സ്മാർട്ട് വികസിപ്പിച്ചത്. K-സ്മാർട്ട് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ജനുവരി 1-ന് എറണാകുളത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് 100 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 2 വർഷത്തിൽ 3,200 കോടി രൂപയുടെ സൌജന്യ ചികിത്സയാണ് പദ്ധതിയിലൂടെ ഉറപ്പാക്കിയത്. 12.5 ലക്ഷത്തോളം പേർക്ക് പദ്ധതിയിലൂടെ ചികിത്സ ലഭ്യമാക്കിയെന്നും മന്ത്രി പറഞ്ഞു. കേരള സർക്കാരിന്റെ ഹെലി ടൂറിസം പദ്ധതിക്ക് നാളെ നെടുമ്പാശ്ശേരിയിൽ തുടക്കമാകും. കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വേഗത്തിലും സുരക്ഷിതമായും വിവിധ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പെടാനും മനോഹരമായ ആകാശക്കാഴ്ചകൾ ആസ്വദിക്കുന്നതിനുമായുള്ള ടൂറിസം വകുപ്പിന്റെ പുതിയ പദ്ധതിയാണ് ഹെലി ടൂറിസം. വിനോദസഞ്ചാര ഫിഷറീസ് മേഖലകളാണ് കേരളത്തിന്റെ വികസനത്തിന് ഊർജ്ജം പകരാൻ പോകുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ മാരാരി ബീച്ച് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാരാരി ബീച്ച് ഫെസ്റ്റ്, ആലപ്പുഴ ബീച്ച് ഫെസ്റ്റ്, അമ്പലപ്പുഴ ഫെസ്റ്റ്, ചെങ്ങന്നൂർ പെരുമ എന്നിങ്ങനെ കേരളത്തിലുടനീളം നിരവധി പരിപാടികളാണ് നടത്തുന്നത്. സാംസ്കാരിക വിനോദസഞ്ചാരത്തിനുള്ള സാധ്യതകൾ പരിശോധിച്ച് 500ഓളം സാംസ്കാരിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വീട്ടുമുറ്റത്ത് ചെറിയ കൃഷിയും മൃഗസംരക്ഷണ പ്രവർത്തനങ്ങളും നടത്തിയാൽ പോഷക സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് വർക്കലയിൽ മൃഗസംരക്ഷണ വകുപ്പ് ഒരുക്കിയ സ്റ്റാൾ പവലിയൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മൃഗസംരക്ഷണ വകുപ്പിന്റെ ജനക്ഷേമകരമായ വികസന പ്രവർത്തനങ്ങളും മൃഗസംരക്ഷണ അവബോധവും പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന രീതിയിലാണ് സ്റ്റാൾ സജ്ജീകരിച്ചിട്ടുള്ളത്.
കായിക രംഗത്തെ മികച്ച മുന്നേറ്റം ലക്ഷ്യമാക്കി മലപ്പുറം ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കായിക മഹോത്സവത്തിന് തുടക്കമായി. കോട്ടപ്പടി ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ മന്ത്രി വി അബ്ദുറഹിമാൻ കായികോത്സവം ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്ത കായിക ഇനങ്ങളെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള പരിപാടി മലപ്പുറം, മഞ്ചേരി, പെരിന്തൽമണ്ണ, പൊന്നാനി, തിരൂർ എന്നിവിടങ്ങളിലാണ് നടക്കുന്നത്. 4 ദിവസമായി നടന്നുവന്ന ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ 3ാം പതിപ്പിന് ഇന്ന് സമാപനമാകും. കഴിഞ്ഞ 2 സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി 3ാം സീസൺ ബേപ്പൂർ, ചാലിയം, നല്ലൂർ എന്നിവിടങ്ങളിലാണ് സംഘടിപ്പിച്ചത്. കോഴിക്കോട് ബീച്ചിൽ സാംസ്കാരിക പരിപാടികളും നടത്തി. ഇടുക്കി മൂന്നാറിൽ വീണ്ടും പടയപ്പ എന്ന ആനയുടെ പരാക്രമം. ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റിലെ റേഷൻ കട കാട്ടാന തകർത്തു. പുലർച്ചെ എത്തിയ ആന അരിച്ചാക്കുകളെടുത്ത് പുറത്തിട്ടു. അരി ഭക്ഷിച്ച ശേഷമാണ് ആന തിരികെ പോയത്. കഴിഞ്ഞ 2 ദിവസമായി കാട്ടാന ജനവാസ മേഖലയിലുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇന്നലെ ഗ്യാപ് റോഡിലെത്തിയ ആന വാഹനങ്ങളും തടഞ്ഞിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഭുവനേശ്വറിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഒഡീഷ FC ജംഷഡ്പൂർ FCയെ നേരിടും. 2ാം മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഗോവയെ നേരിടും. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ തിരുവനന്തപുരം ജില്ലയിലെ പര്യടനം തുടരുന്നു. ഇന്ന് വാമനപുരം ബ്ലോക്ക് പഞ്ചായത്തിലെ പാങ്ങോട്, കല്ലറ ഗ്രാമപഞ്ചായത്തുകളിലാണ് പര്യടനം. എറണാകുളം ജില്ലയിൽ ഇന്ന് എടക്കാട്ട് വയൽ, മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്തുകളിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകും. മലപ്പുറത്ത് പൊന്മള, ഉതുക്കുങ്ങൾ ഗ്രാമപഞ്ചായത്തുകളിലാണ് പരിപാടി. കോഴിക്കോട്ട് മേലടി ബ്ലോക്കിലെ പര്യടനം പൂർത്തിയാക്കിയ സങ്കല്പ് യാത്ര ഇന്ന് വടകര ബ്ലോക്കിലേക്ക് പ്രവേശിക്കും. അഴിയൂർ, ചോറോട് ഗ്രാമപഞ്ചായത്തുകളിൽ യാത്രയുടെ പൊതുസമ്മേളനം നടക്കും. ജില്ലയിൽ 48 ഗ്രാമപഞ്ചായത്തുകളിലൂടെ ഇതിനകം വികസിത് ഭാരത് സങ്കല്പ് യാത്ര കടന്നുപോയി. ജനുവരി 10 വരെയാണ് ഗ്രാമപഞ്ചായത്തുകളിലെ പര്യടനം നടക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ ഇന്ന് കൊട്ടിയൂരിൽ ക്ഷേത്ര മൈതാനത്തും കേളകത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്തുമാണ് സ്വീകരണ പരിപാടികൾ. നഗരസഭകളിലെ പര്യടനം ഇരിട്ടി, ചാവശ്ശേരി ടൌണിലും മട്ടന്നൂർ ബസ് സ്റ്റാൻഡിന് സമീപവും നടക്കും. യാത്ര ആലപ്പുഴ ജില്ലയിൽ ഇന്ന് കണ്ടല്ലൂർ, കൃഷ്ണപുരം പഞ്ചായത്തുകളിലെത്തും. വികസിത് ഭാരത് സങ്കല്പ് യാത്ര കണ്ണൂർ ജില്ലയിൽ ഇന്ന് നഗരസഭകളിലെ പര്യടനത്തിൽ രാവിലെ ഇരിട്ടി നഗരസഭയിലെ ചാവശ്ശേരി ടൌണിലെത്തി. നഗരസഭാ കൌൺസിലർ വി പുഷ്പ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ബാങ്ക് ബ്രാഞ്ച് മാനേജർ MP ബിനീഷ് അധ്യക്ഷനായി. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി പത്തനംതിട്ട ഇലന്തൂർ പഞ്ചായത്തിലെ സുജിത് S തന്റെ അനുഭവങ്ങൾ ആകാശവാണി വാർത്തയോട്. ഫിഷറീസുമായി ബന്ധപ്പെട്ടു സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 പടുതാക്കുളം നിർമ്മിച്ചു. അതോടൊപ്പം തന്നെ കൃഷിഭവനുമായി ചേർന്നുകൊണ്ട് പിന്നെ മഴമറ ഉണ്ടാക്കുകയും അതിൽ പച്ചക്കറി കൃഷി ചെയ്യുകയും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടുമുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ ബാക്കിയുള്ള ട്രെയിനിങ്ങുകളിലും പരിശീലന പരിപാടികളിലും പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ മറ്റ് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരുടെയും എല്ലാ സപ്പോർട്ടും കൂടി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്തരിച്ച DMDK നേതാവും ചലച്ചിത്ര നടനുമായ വിജയകാന്തിന്റെ ഭൌതികദേഹം ഇന്ന് വൈകിട്ട് 4:45 ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനത്ത് പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ സംസ്കരിക്കും. ന്യൂമോണിയ മൂലം സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ചെന്നൈയിലെ DMDK ആസ്ഥാനത്ത് നടക്കുന്ന പൊതുദർശനത്തിൽ രജനീകാന്ത്, വിജയ് ഉൾപ്പെടെയുള്ള നടന്മാരും ആരാധകരും പാർട്ടി പ്രവർത്തകരുമടക്കം ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. തൊടുപുഴയിൽ കോവിഡ് ബാധിച്ച വൃദ്ധൻ മരിച്ചു. തൊടുപുഴ നഗരസഭയിലെ 7ാം വാർഡിൽ താമസിക്കുന്ന അസീസാണ് മരിച്ചത്. 80 വയസ്സായിരുന്നു. ഹൃദ്രോഗബാധിതനായ അസീസിനെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അന്തരിച്ച നാടകകൃത്തും സംവിധായകനും നടനുമായ പ്രശാന്ത് നാരായണന്റെ സംസ്കാരം വൈകിട്ട് 3:30 തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. നന്ദൻകോട് വൈലോപ്പള്ളി സംസ്കൃതി ഭവനിലും തുടർന്ന് സഹോദരന്റെ വസതിയിലുമുള്ള പൊതുദർശനത്തിന് ശേഷമായിരിക്കും സംസ്കാരം. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഇന്നലെ തിരുവനന്തപുരത്താണ് പ്രശാന്ത് നാരായണൻ അന്തരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തർപ്രദേശിൽ 15,700 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഓൺലൈനിലാകുന്ന K-സ്മാർട്ട് പദ്ധതിക്ക് പുതുവർഷത്തിൽ സംസ്ഥാനത്ത് തുടക്കം. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് 100 കോടി രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി KN ബാലഗോപാൽ. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ജില്ലാ പര്യടനം തുടരുന്നു. ISLൽ ഇന്ന് ഒഡീഷ ജംഷഡ്പൂരിനെയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഗോവയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.